ഹേ ഗായ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ടേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ തമ്പനയിൽ കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. അതായത് ഞാൻ ഒന്നുകൂടെ പറയാം, നമ്മളെ മീഷോന്ന് ഇത് ചീപ്പ് റേറ്റിന്, അതായത് 200 ആ ഒരു റേഞ്ചിന് വരുന്ന കുറച്ച് ഡ്രസ്സ് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നിങ്ങളെ പരിചയപ്പെടുത്താമെന്ന് ഓർത്തിട്ടാണ്. അപ്പോൾ ഞാനിതിൽ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ എങ്ങനെയാണെന്നുള്ളതൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അതായത് ക്വാളിറ്റി അതൊക്കെ ഞാൻ പറയുന്നുണ്ട്, എങ്ങനെയാണ്, നല്ലതാണോ അതോ പണി കിട്ടിയോ എന്നൊക്കെ ഞാനിത് ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നുണ്ട്. നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഫസ്റ്റിലത്തെ ഡ്രസ്സ് എന്ന് പറയുന്നത് ഇതുപോലൊരു ടോപ്പാണ്. 357 രൂപയാണ്. കോട്ടൺ ആണ് കേട്ടോ മെറ്റീരിയൽ. അത്യാവശ്യം നല്ലൊരു ടോപ്പാണ്. നമ്മൾ അതിൽ കാണിച്ച പോലെ തന്നെയുള്ള സാധനമാണ് നമുക്ക് വന്നപ്പോൾ കിട്ടിയിട്ടുണ്ടായത്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് വൈറ്റ് കളർ ടോപ്പ്. അപ്പോൾ ഇതിൻ്റെ സ്ലീവിൻ്റെ എൻഡിൽ ഇതുപോലെ ഇത് കൊടുത്തിട്ടുണ്ട് കേട്ടോ, നമ്മുടെ എലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട്, സ്ട്രെച്ച് ചെയ്യാൻ വേണ്ടി പറ്റുമല്ലോ. അപ്പോൾ അത് അപ്പോൾ നല്ലൊരു വൈറ്റ് ടോപ്പാണ്. നമുക്ക് വെയർ ചെയ്യാനൊക്കെ വളരെയധികം കംഫർട്ടബിൾ ആണ് കേട്ടോ. എൻ്റെ കയ്യിൽ ലേസൊക്കെ കൊടുത്ത് നല്ലൊരു അട്രാക്ഷൻ ഉണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഇത് എനിക്ക് ഇത്തിരി ലൂസാണ്, ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കണം എന്ന് വെച്ചാൽ വേറെ ഒരു പ്രശ്നവും ഇതിനില്ല കേട്ടോ. എനിക്കിത് വളരെയധികം ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾ വാങ്ങിച്ചിട്ടുള്ളവരൊക്കെ ആണെങ്കിൽ ഇതിനെക്കുറിച്ചൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. ഇത് സ്മോളാണ് ഞാൻ എടുത്തിട്ടുള്ളത്. എനിക്ക് വലിയ ഹൈറ്റും വെയ്റ്റൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇത്രയും ചെറുത് മതി. അപ്പം നല്ലൊരു വൈറ്റ് ടോപ്പാണ്. നമുക്കിത് അവരതിൽ പിക്ചറിൽ കാണിച്ചതുപോലെ തന്നെയുള്ള സംഭവങ്ങളാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് കേട്ടോ. അടുത്തത് 255 റുപ്പീസ് വരുന്ന നമ്മുടെ ഒരു സ്കേർട്ടാണ്. ക്രീപ്പാണ് കേട്ടോ ഇതിൻ്റെ മെറ്റീരിയൽ. ഇതിൻ്റെ ബാൻഡ് വരുന്നത് എലാസ്റ്റിക് ആണ്. നല്ല കംഫർട്ടബിൾ ആണ് കേട്ടോ വെയർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിൻ്റെ സൈസ് ഏതാ ഞാൻ എടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതായിപ്പം ഇവിടെ കാണിച്ചു തരാം. എൻ്റെ മീഡിയം ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ബാൻഡ് വരുന്നത് എലാസ്റ്റിക് ആണ്. പിന്നെ ഇതിനൊറ്റൊരു ചെറിയൊരു പ്രശ്നം പറയുകയാണെങ്കിൽ ഇതിന് ലൈനിങ് ഇല്ല എന്നുള്ളതാണ് കേട്ടോ. ലൈനിങ് ഇല്ലെങ്കിലും കുഴപ്പമില്ല, നമുക്ക് ഇതിൻ്റെ ഇടയിൽ ചെറിയൊരു എന്താ പറയുക സ്കേർട്ടൊക്കെ ഇട്ട് കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. പുറമേ കാണാൻ വേണ്ടിയിട്ട് നല്ല അടിപൊളി സാധനമാണ് കേട്ടോ. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ക്രീപ്പ് മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ വിയർ ചെയ്യാൻ വേണ്ടിയിട്ട് വളരെയധികം കംഫർട്ടബിൾ ആയിരിക്കും. അപ്പോൾ ഇതും നമ്മൾ പിക്ചറിൽ കണ്ട അതേ സാധനം തന്നെയാണ് നമുക്ക് കിട്ടുമ്പം ഉണ്ടായിട്ടുള്ളത് കേട്ടോ. അടുത്ത ഡ്രസ്സ് പരിചയപ്പെടുത്തുകയാണെങ്കിൽ ഈ ഒരു ഡ്രസ്സാണ്. 266 രൂപയുടെ ക്രീപ്പ് മെറ്റീരിയൽ വരുന്ന ഒരു അടിപൊളി ടോപ്പാണ് കേട്ടോ. ഞാൻ അധികം എടുക്കുമ്പം എന്താ പറയുക, ഇത് കോട്ടൺ മെറ്റീരിയലൊന്നും അങ്ങനെ എടുക്കാറില്ല. പിന്നെ നമ്മൾ റിവ്യൂ ഉള്ളത് മാത്രമേ ഞാൻ അധികവും മേടിക്കാറുള്ളൂ. അതുകൊണ്ട് തന്നെ എനിക്ക് ഇതുപോലെ എന്താ പറയുക മീഷോ, ഫ്ലിപ്കാർട്ടിൽ നിന്നൊക്കെ മേടിക്കുമ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള സാധനം തന്നെയാണ് കേട്ടോ കിട്ടിയിട്ടുണ്ടായത്. ഇതിൻ്റെ സൈസ് സ്മോളാണ് എടുത്തത്. അപ്പോൾ ഈ ഹാൻഡിൽ, അതായത് ഈ സ്ലീവിൽ ഒരു ചെറിയൊരു പഫ് പോലെ വരുന്നുണ്ട്. ഇതിൻ്റെ എൻഡിൽ ചെറിയ ലൂസാണ്. എനിക്ക് ഇതൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ചെറിയൊരു ലൂസ് ഉണ്ടെന്നേ ഉള്ളൂ കേട്ടോ. ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇതിൻ്റെ ഈ ഫ്രണ്ടിൽ ഇതാ എലാസ്റ്റിക് ആണ്. ഫ്രണ്ടിലും ബാക്കിലും ആ ഒരു മിഡിൽ പോർഷൻ വരുന്ന ആ ഒരു ചെറിയ സ്ഥലത്ത് എലാസ്റ്റിക് ആണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ നല്ല ഇതാണ്. ഇതിനൊരു സ്ലിറ്റൊക്കെ ഉണ്ട്, ഒരു സൈഡ് സ്ലിറ്റ് വരുന്നുണ്ട് ഫ്രണ്ട് ഭാഗത്തായിട്ട്. അടുത്തത് 197 റുപ്പീസ് വരുന്ന ഒരു ടീഷർട്ടാണ് കേട്ടോ. ഇത് മറച്ചിട്ടിട്ടുള്ളത് തിരിച്ചിടാം കേട്ടോ. ഞാൻ തിരിച്ചിട്ടിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ഫ്രണ്ട് വശം വരുന്നത്. ഇതിൻ്റെ ഈ ഒരു ഡിസൈൻ കണ്ടിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് എടുത്തതാണ്. ഇതെൻ്റെ ഹസ്ബൻഡിന് വേണ്ടിയിട്ട് ഒരു ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നതാണ്. നല്ല അടിപൊളി സാധനം തന്നെയാണ്. നമുക്കതിൽ സൈറ്റിൽ കാണിച്ചതുപോലെ തന്നെ ആണ് കിട്ടുമ്പോഴും ഉണ്ടായിരുന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ സൈസാണ് ഞാൻ ഇപ്പോൾ നോക്കുന്നത്. സൈസ് ഇത് XL ആണ് എടുത്തിട്ടുള്ളത്. വളരെ ചെറിയ റേറ്റ് ആണല്ലോ ഇതിനൊക്കെ. ചെറുതായിട്ടൊന്ന് തിക്ക് കുറവാണ്, തിന്നായിട്ടുള്ള ഒരു തുണിയാണെങ്കിലും കുഴപ്പമില്ല. ഇത് ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. അടുത്തത് മേടിച്ചിട്ടുണ്ടായത് ഒരു ബ്രായാണ് കേട്ടോ. അതായത് 175 രൂപ വില വരുന്ന 3 കോംബോ ബ്രാസാണിത്. നല്ല ഇതാണ് കേട്ടോ. ഇത് വിയർ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നല്ല കംഫർട്ടബിൾ ആണ്. പാഡ് ബ്രാ ആണ് കേട്ടോ. വാഷ് ചെയ്തപ്പോൾ യാതൊരു വിധത്തിലുള്ള ഡാമേജസും ഒന്നും ഉണ്ടായിട്ടില്ല. ഇതിനൊന്നും എന്താ പറയുക കളറോ കാര്യങ്ങളോ ഒന്നും തന്നെ പോയില്ല. അടുത്തത് ഇതുപോലെ 477 രൂപ വില വരുന്ന ഒരു ജോർജറ്റിൻ്റെ സാരിയാണ് കേട്ടോ.
എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു സാരിയാണ്. നല്ല പ്യുവർ ബ്ലാക്കിൽ തന്നെ നമുക്കിത് കിട്ടിയിട്ടുണ്ട്. ഞാനിത് ഈ ഒരു കളറിൽ ഇത് എക്സ്പെക്റ്റ് ചെയ്തിട്ടില്ല. ഈ വീഡിയോയിൽ കാണുന്ന പോലെ നല്ല കളറാണ് കേട്ടോ. ചിലപ്പോൾ ഞാൻ എന്താ പറയുക, അധികം പ്യുവർ ബ്ലാക്ക് ആയിരിക്കും എന്ന് കരുതിയിട്ടില്ല. ഇത് വാങ്ങിച്ചപ്പോൾ നേരിട്ട് നമുക്ക് കിട്ടിയപ്പോൾ നല്ല ബ്ലാക്കാണ്. ജോർജറ്റിൻ്റെ ക്ലോത്താണ്. ഇതിൽ ഫുള്ള് ഇങ്ങനെ സീക്വൻസ് വർക്ക് വരുന്നതാണ് കേട്ടോ. ഇതിൽ വീഡിയോ കാണുന്ന പോലെയല്ല, നല്ല ഭംഗിയുള്ള സാധനമാണ്. ഇതിൽ വല്ലാതൊരു ഷൈനിങ് ഒക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നല്ല അടിപൊളിയാണ്. നല്ല എന്താ പറയുക, വിയർ ചെയ്യാൻ വേണ്ടിയിട്ട് വളരെയധികം കംഫർട്ടബിളാണ്. ഇതിപ്പം വാഷ് ചെയ്തതിന് ശേഷമാണ് ഞാൻ ഈ ഡ്രസ്സുകളൊക്കെ പരിചയപ്പെടുത്തുന്നത്. യാതൊരു വിധത്തിലുള്ള കംപ്ലൈൻറ്റും ഇതിനൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ വളരെ ചെറിയ റേറ്റിന് മീഷോന്ന് ഞാൻ മേടിച്ച ഡ്രസ്സുകളാണ് ഇപ്പോൾ പരിചയപ്പെടുത്തിയത്. ഈ ഡ്രസ്സുകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഇതിൻ്റെ ലിങ്ക് കൊടുക്കാൻ വേണ്ടി പറ്റത്തില്ല. യൂട്യൂബിൻ്റെ പുതിയ നിയമപ്രകാരം നമുക്ക് ലിങ്ക് ഇവിടെ കമൻറ്റ് ബോക്സിലൊന്നും പേസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല കേട്ടോ. അപ്പോൾ ലിങ്ക് ആവശ്യമുള്ളവരുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം ID ഫോളോ ചെയ്യുക. അപ്പോൾ ഞാൻ അതിൽ ലിങ്ക് അയച്ചു തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാ ഡ്രസ്സുകളും എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക, പിന്നെ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടർ ആരെങ്കിലും എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ തന്നെ കൊടുക്കുക കേട്ടോ. അങ്ങനെയാണെങ്കിൽ ഞാൻ ഫ്യൂച്ചറിൽ ഏത് വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതുകൊണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.